അല്ലാഹുവിന്റെ റസൂലിനെ പുകഴ്ത്തുവാനാണല്ലോ. ആ ലോകത്തെ കുറിച്ച് പറയാൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് നബിയെ 23 വർഷത്തെ അങ്ങയുടെ യശോധന്യമായ ജീവിതത്തിന്റെ പ്രകാശത്തിന്റെ ധവളഗോപുരങ്ങള് ഞങ്ങളുടെ പരിമിതമായ ഭാഷയുടെ പരിമിതിയുടെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് ഈ ആശിക്ക് പറഞ്ഞു പറയുക? പക്ഷേ ഒന്ന് ഞാൻ പറയാം, ഒരിക്കൽ കൂടി എന്റെ വാക്കുകൾ ഞാൻ കടമെടുക്കട്ടെ. അറിവ് പകരാൻ ഞാനൊരു പണ്ഡിതനല്ല, ലാളിത്യം പകരാൻ ഞാനൊരു സാത്വികനല്ല, ത്യാഗം പറയാൻ ഞാനൊരു പരിത്യാഗിയല്ല, വൈദഗ്ധ്യം പറയാൻ ഞാനൊരു സാങ്കേതിക വിദഗ്ധനല്ല, പ്രണയം പറയാൻ ഞാനൊരു കാമുകനല്ല, ഇഷ്ക് പറയാൻ ഞാനൊരു ആശുക്കുമല്ല, ഇഷ്കിനെ പറയാൻ ഞാനൊരു മഴശൂക്കുമല്ല. പിന്നെ ആരാണ് ഞാനൊരു ഹുപ്പിന്റെ അടയാളം മാത്രം. ഞാൻ സ്തുതികീർത്തനങ്ങൾ കൊണ്ട് മുത്ത് റസൂലിന്റെ പാദാരവിന്ദങ്ങളിലോട്ട് കടന്നു ചെല്ലാണ് ആഗ്രഹിച്ച ഒരാശുക്ക് മാത്രം അല്ലാഹുവിന്റെ തിരുദൂതരെ സ്വീകരിക്കണേ യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ഓരോരുത്തരും സലാത്ത് ചൊല്ലണേ. ഇന്നലെ പറഞ്ഞതുപോലെ തൃക്കരിപ്പൂരിലെ റബീഇന്റെ വസന്തം ഇന്ന് രാത്രി അവസാനിക്കുമ്പോ ലക്ഷക്കണക്കിന് സലാത്ത് മദീനയിലേക്ക് നൽകണം, അവിടേക്ക് തിരുമുൽക്കാഴ്ച നടത്തണം, എന്നിട്ട് ദുആ ചെയ്യണം. കണ്ണുകൾ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാത്തെടുക്കണം. ഈ കണ്ണിനെന്ത് പറ്റിപ്പോയി? ലോകത്തിന്റെ ഏറ്റവും വലിയ ആശിക്ക് പറഞ്ഞതുപോലെ കണ്ണേ കണ്ണേ, എന്തിനാണ് കണ്ണേ നീ എങ്ങനെ കണ്ണുനീര് പൊഴിക്കുന്നത്? എന്റെ കണ്ണിനോട് ഞാൻ പലപ്പോഴും പറഞ്ഞു, എന്തിനാണ് കിലോമീറ്ററുകൾ അകലെ കിടക്കുന്ന തിരമാലകളുടെ അപ്പുറത്ത് കിടക്കുന്ന ഇതേവരെ നീ നിന്റെ കണ്ണുകൊണ്ട് കാണാത്ത നിന്റെ കാമുകനെ ഓർത്ത് എന്തിനാണ് കണ്ണേ നീ ഇങ്ങനെ കരയുന്നതെന്ന് എന്റെ കണ്ണിനോട് പലപ്പോഴും ഞാൻ ചോദിച്ചപ്പോ കവിൾത്തടത്തിലൂടെ പ്രേമത്തിന്റെ അനുരാഗത്തിന്റെ കണ്ണുനീരൊഴുകി വന്നപ്പോ എന്റെ കണ്ണിനോട് പറഞ്ഞ്, കണ്ണേ കരയല്ല കണ്ണേ. ഇതുപോലൊരു പ്രണയകാവ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇത് ചങ്ങമ്പുഴയുടെ രമണനല്ല, ഇത് ലോകചരിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രണയകാവ്യമാണ്. കണ്ണേ കരയല്ല കണ്ണേ എന്ന് പറഞ്ഞിട്ട് എന്റെ കണ്ണ് കരയാതിരിക്കാത്തതെന്താ? ഫമാലി ഐനൈകൈന ഖുൽതഖു ഫഹമതാ വമാലി ഖൽബികൈന ഖുൽതസഫിഖിഹിമി. ഫമാലി ഐനൈക, എന്റെ ഈ രണ്ട് കണ്ണുകൾക്ക് എന്ത് പറ്റിപ്പോയി? ഖുൽതു, ഞാൻ എന്റെ കണ്ണുകളോട് പറഞ്ഞു, കണ്ണേ കരയാതെ കണ്ണേ. ഇതേവരെ കാണാത്ത ഒരു കാമുകനെയോട്ട് ഒരു പ്രണയദാതാവിനോട്ടിട്ടു നീ എന്തിനാണ് കരയുന്നത്? എന്റെ കൽബിനോട് ഞാൻ പറഞ്ഞു, കൽബേ അടങ്ങ്, കൽബേ ഹൃദയമേ അടങ്ങിയിരിക്ക്. ആരെ ഒത്തിട്ടാണ് നീ ഇങ്ങനെ തുടികൊട്ടുന്നത്? ആരെ ഒത്തിട്ടാണ് നീ ഇങ്ങനെ സ്പന്ദിക്കുന്നത്? നിന്റെ കാമുകനെ നീ ഇതേവരെ കണ്ടിട്ടില്ലല്ലോ, പക്ഷേ കണ്ണുകൊണ്ട് ഇതേവരെ കാണാതിരുന്ന, എന്നാലും ഇപ്പോഴും നമ്മുടെ മുമ്പിൽ കണ്ടതുപോലെ ഇരിക്കുന്ന, സുറുമയിട്ടില്ലെങ്കിൽ പോലും സുറുമയിട്ടതുപോലെ തോന്നുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറഞ്ഞ മാൻപേടകളുടെ ദൈനത്വങ്ങളുടെ സൗന്ദര്യത്തെ തോൽപ്പിക്കുന്ന ലോകത്തിന്റെ റിസാലത്തിന്റെ കണ്ണിന് അർശ് കണ്ട കണ്ണ്, കുർസ് കണ്ട കണ്ണ്, ലൗഹ് കണ്ട കണ്ണ്, റബ്ബിന്റെ തജല്ലിയായ ദാത്തിനെ കണ്ട കണ്ണ്, ഇസ്രായിലും മിഅ്റാജിനും തുറന്നു പിടിച്ച അത്ഭുതകരമായ കാഴ്ചകൾ കണ്ട, നരകം കണ്ട, സ്വർഗം കണ്ട, സിറാത്ത് കണ്ട, മീസാൻ കണ്ട കണ്ണിന്റെ ഉടമസ്ഥനെ, ഞാനേറെ സ്നേഹിച്ച എന്റെ കൽബിന്റെ ദാമുകനെ, വഹ്മീവ വസുലീ വാഖിദു യദീ ഇൻഷാ അല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ തിരുദൂതര് കടന്നു വന്നു. അനുരാഗത്തിന്റെ ചക്രവാള സീമകളിൽ നിന്ന് പറന്നുയരാ നമുക്ക്. വീണ്ടും നമുക്ക് തുടങ്ങാം റബീഇന്റെ തലക്കെട്ടിലേക്ക്. മുത്ത് റസൂൽ നിയോഗവും വിയോഗവും. എന്തിനാണ് നിയോഗിക്കപ്പെട്ടത്? ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അഗതികളുടെ കണ്ണീരൊപ്പാൻ, കുടിച്ചു മൂടപ്പെട്ട സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ പ്രഘോഷണം ചെയ്യാണ്. ജോലി ചെയ്യുന്നവന് വേർപ്പണങ്ങുന്നതിന് മുമ്പേ കൂലി കൊടുക്കണമെന്ന് പറയാൻ,
നിരപരാധിയെ കൊല്ലരുതേ എന്ന് പറയാൻ, നിരപരാധിയെ കൊല്ലരുതേ എന്ന് പറയാണ്, അപരാധികളോട് പുറത്തു കൊടുക്കണേ എന്ന് പറയാണ്. വിശ്വമാനവീക സംസ്കാരത്തിന്റെ സഹവർത്തിത്വത്തിന്റെ മൂല്യങ്ങൾ ലോകത്തോട് പറഞ്ഞു കൊടുക്കാൻ ആമിനയുടെ ഗർഭാശയത്തിൽ രൂപാന്തരം ചെയ്ത് അങ്ങകലെ അറേബ്യയുടെ മണിമാടത്തിൽ ഒരു തിങ്കളാഴ്ച രാവ് ആമിന റളിയല്ലാഹു അൻഹയുടെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലോട്ട് വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകളിൽ എന്താണ് ഉണ്ടായിരുന്നത്? ഹബീബായ മുത്തിന്റെ കയ്യിൽ എന്താണ് ഉണ്ടായിരുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലെ പറഞ്ഞതിൽ നിന്ന് നിർത്തിയെടുത്തേക്ക് ഞാൻ തുടങ്ങുകയാണ്. കവി പറയുകയാണ്, ചരിത്രകാരൻ രേഖപ്പെടുത്തുകയാണ്, നവജാത ശിശുവായി ആമിനയുടെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോ കഅബാലയത്തിന്റെ മുന്നിൽ പ്രവർത്തിച്ചു വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങളെല്ലാം തലകുത്തി വീണവേ തനക്ക് സമകിരൂപൻ പമാനാക്ക കുല്ലനാ. കഅബാലയത്തിന്റെ കരിങ്കൽ വിഗ്രഹങ്ങൾ തലകുത്തി വീഴുമ്പോ ആ സമയത്ത് അത്ഭുതങ്ങൾ കാണിച്ച് കിസ്റാ കൈസറിന്റെ കൊട്ടാരത്തെ കിടുകിടാ വിറച്ച് സാവാ തടാകം വറ്റി വരണ്ട് അത്ഭുതത്തിന്റെ അകമ്പടിയോട് അല്ലാഹുവിന്റെ റസൂൽ ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലോട്ട് വരുമ്പോ ചരിത്രകാരൻ രേഖപ്പെടുത്തുകയാണ്, മുത്തു മുസ്തഫാന്റെ കയ്യിൽ എന്തെന്നറിയോ? ആ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു വെളിച്ചമുണ്ടായിരുന്നു, ശകലത്തിനൊരു വിളക്കുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചപ്പോഴേ ആ കയ്യിലൊരു വെളിച്ചമുണ്ടായിരുന്നു. ആ കൈവെള്ളക്കുള്ളിൽ ഒരു ദിവ്യപ്രകാശമുണ്ടായിരുന്നു. ഏത് പ്രകാശമെന്നറിയോ? ആ കയ്യിലിരിക്കുന്ന വെളിച്ചം ലോകത്തിന്റെ വെളിച്ചമായിരുന്നു, കാലത്തിന്റെ വെളിച്ചമായിരുന്നു, അത് ലോകത്തിന്റെ ദിവ്യപ്രകാശമായിരുന്നു. ആ കയ്യിലാണ് ആയാത്തുകളുടെ അനന്തമായ അനിർവചനീയമായ ഖുർആനിന്റെ വെളിച്ചം ആ കയ്യിലുണ്ടായിരുന്നു. ആ കയ്യിലിരിക്കുന്ന വെളിച്ചം കാട്ടാളുടെ ഹൃദയത്തിലേക്ക് പകർത്തി കൊടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നിയോഗം വന്നത് കൈവെള്ളയിൽ ഒരു വെളിച്ചതുമായിട്ടാണ്. ആ വെളിച്ചത്തിൽ നിന്നാണ് പിന്നെ മറ്റുള്ളവര് ദിവ്യപ്രകാശം കൊളുത്തിയെടുത്തത്. സൽമാനുൽ ഫാരിസി കൊളുത്തിയെടുത്തത്, ഖത്താബിന്റെ മകൻ ഉമറിന്റെ ഹൃദയത്തിൽ കൊളുത്തിയ വെളിച്ചം, വലീദിന്റെ ഹൃദയത്തിലേക്ക് പകർന്ന വെളിച്ചം, എല്ലാ വെളിച്ചവും ആ വെളിച്ചം മാത്രമായിരുന്നു. ഇരുണ്ടാകുന്ന പോയൊരു ലോകത്തേക്ക് വെളിച്ചവുമായി വന്നപ്പോ ആ നിയോഗം എന്തിനെന്നറിയുമോ? ഇരുണ്ടുപോയ ഒരു ലോകത്തിലേക്ക് വെളിച്ചം നൽകാൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആരാണ് പ്രവാചകന്റെ വെളിച്ചം സ്വീകരിച്ചത്? കഅബാലയത്തിന്റെ മത്താഫിലെ ചാരി ഇരുന്നിട്ട് പരസ്യമായി ഹബീബായ നബി തങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച പ്രവാചകന്റെ മുമ്പിൽ നെഞ്ചിൽ വിരിച്ചെഴുന്നേറ്റ് നിന്നിട്ട് മുഹമ്മദേ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീയാണോ ഞങ്ങളെ നന്നാക്കാൻ വന്നത്? നീയാണോ ഞങ്ങൾക്ക് തസ്കിയത്ത് പഠിപ്പിക്കാൻ വന്നത്? ഞങ്ങൾ ആരെന്നറിയോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളെ മാറ്റാൻ നിനക്ക് കഴിയില്ല മുഹമ്മദ്. ആരാണ് ഞങ്ങളെന്നറിയുമോ? അഹിയാനൻ ജുർറു ഇലാഖീനാ ഇദാ ലം യജുർ ബിഹി ഇല്ലാ അഖാനാ. ചരിത്രത്തിന്റെ ഈരടികളിൽ കാണാം, കഅബാലയത്തിന്റെ മത്താബിലേക്ക് ചാരി നിന്നിട്ട് മുഹമ്മദ്, ഞങ്ങൾക്ക് മദ്യനിരോധനം നടത്താനോ, ഞങ്ങളോട് വ്യഭിചരിക്കരുതെന്ന് പറയാനോ? ഞങ്ങൾ ആരെന്നറിയുമോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ പാതയോരത്ത് കാത്തിരുന്നിട്ട് അതിലെ നടന്നു പോകുന്നവനെ പിടിച്ചു നിർത്തി അവന്റെ തല വെട്ടിയെടുത്തിട്ട് മടിശീല കൊള്ളയെടുത്ത് ആ കൊള്ളപ്പണം കൊണ്ട് മദ്യപിച്ചിട്ട് രാത്രിയിൽ സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ ആനന്ദ നൃത്തം ചെയ്ത കാബാലികരാണ് ഞങ്ങൾ. ഒരാൾ പാടുക
പറയുകയാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ കാത്തിരുന്നിട്ട് ഒരു വഴിപോക്കനെ പോലും അതുവഴി വന്നില്ല. അന്ന് രാത്രി മദ്യപിക്കാൻ പൈസ ഇല്ലാതെ നിരാശയോടെ ഞാൻ ഇറങ്ങുമ്പോഴാണ് എതിരെ എന്റെ പിതാവ് വരുന്നത് കണ്ടത്. അന്ന് രാത്രിയിൽ മദ്യപിക്കാൻ എന്റെ പിതാവിനെ പിടിച്ചു നിർത്തിയവന്റെ കരുത്ത് വെട്ടിയിട്ട് മടിശീലയിൽ നിന്ന് പൈസ എടുത്തു കൊണ്ടുപോയി. മദ്യപിച്ച കാട്ടാളനാണടാ ഞാൻ. നീയാണോ മുഹമ്മദ് എന്നെ നീ മദ്യപിക്കരുതെന്ന് പറയാൻ വന്നതെന്ന് ധിക്കാരത്തോടെ അഹങ്കാരത്തിന്റെ ആഡൂപമായി സത്യപ്രബോധനത്തിന്റെ വെളിച്ചത്തിനെതിരെ അഹങ്കാരത്തിന്റെ വാക്കുകൾ പറഞ്ഞ അറബികൾ അവരാണ് പിന്നെ ആരായി മാറിയത്. അവരാണ് പിന്നെ പറഞ്ഞത്, എന്റെ വാപ്പാന്റെ തല വെട്ടിയിട്ട് ഞാൻ മദ്യപിച്ചവനാണെന്ന് അഹങ്കാരത്തോടെ പറഞ്ഞവനാണ്. ഈ വെളിച്ചം അവരുടെ ഹൃദയത്തിലേക്ക് പോയപ്പോ അവരാണ് പിന്നെ പറഞ്ഞത്, അവരാണ് മക്കയുടെ മരുഭൂമിയിൽ ഇരുന്നിട്ട് കൈവിരലുകൾ തൊണ്ടയിലേക്കിട്ട് ഛർദ്ദിച്ചത്. എന്തു പറ്റിപ്പോയി? മറ്റു നിരോധനം ഖുർആൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരല്പനിമിഷം മുമ്പ് ഞാൻ മദ്യപിച്ചവനാണ്. എന്റെ ആ മദ്യം എന്റെ വയറ്റിൽ നിന്ന് വെളിയിലേക്ക് കളയാൻ കൈവിരലുകൾ ഇട്ടിട്ട് ഞാൻ ഛർദ്ദിക്കുകയാണെന്ന് പറഞ്ഞു കൊടുത്തത് ആരെന്നറിയുമോ? തുക്കരിപ്പൂര ചെറുപ്പക്കാരാ. കഞ്ചാവും ലഹരിയുമൊക്കെ നമ്മുടെ സമൂഹത്തെ പിടിക്കുമ്പോ, കഞ്ചാവ് വിറ്റും ലഹരി വിറ്റും നമ്മളെ സമ്പന്നനാകുമ്പോ, 13-ാമത്തെ വയസ്സിൽ പോലും ലഹരിയുടെ മാഫിയിലേക്ക് നമ്മുടെ മക്കൾ നടന്നു പോകുമ്പോ, പൊന്നുമോനെ ആരെന്നറിയുമോ? ആരാ പറഞ്ഞത്? ഉപ്പാന്റെ തലവെട്ടിയിട്ട് മടിശീല കൊണ്ട് മദ്യപിച്ച ഞാൻ പിന്നെ അതേ മനുഷ്യനാണ് പറയുന്നത്, എന്റെ കൈ എന്റെ ശരീരത്തിൽ കല്ലിന്റെ ഒരു അംശം കിട്ടിയാൽ ഹബീബായ മുത്തിന്റെ കയ്യിൽ എനിക്ക് പിടിക്കാൻ കഴിയില്ലല്ലോ, എനിക്ക് ശഫാഅത്ത് കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വെളിയിലോട്ട് ഛർദ്ദിക്കുന്നവരായി മാറിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട തൃക്കരിപ്പൂര ചെറുപ്പക്കാരാ, സലാത്ത് ചൊല്ലാൻ മാത്രമല്ല ആ പ്രകാശത്തിന്റെ വെളിച്ചം, ആ പ്രകാശത്തിന്റെ വെളിച്ചം മാത്രമല്ല, വെളിച്ചത്തിനെന്തോ ഒരു വെളിച്ചമാണ്. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയതുപോലെ വെളിച്ചത്തിനെന്തോ ഒരു വെളിച്ചമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു വെളിച്ചമാണ്. ആ വെളിച്ചത്തിനെന്തോ ഒരു വെളിച്ചമാണ്. ആ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹുവേ നീ ഞങ്ങളെ പരിവർത്തിപ്പിക്കണേ അല്ലാ, നീ ഞങ്ങളെ പരിവർത്തിപ്പിക്കണേ അല്ലാ. വ്യഭിചാരത്തിന്റെ ഉടമകളായി മാറിയിരുന്നവരോട് എനിക്ക് പെണ്ണിനെ കാണണ്ടെന്ന് പറയാൻ, എനിക്ക് പെണ്ണിനെ കാണണ്ടെന്ന് പറയാൻ, ആ ഒരു മാനസിക പരിവർത്തനത്തിലേക്ക് ഹൃദയത്തിൽ വെളിച്ചം കൊടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ പറയാൻ ഈ സമയം അനുവദിക്കുന്നില്ല. തീർത്താലും പറഞ്ഞാലും തീരാത്ത കാലത്തിന്റെ ചരിത്രത്തിന്റെ ധവളിമയുടെ പ്രകാശമേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഓരോന്നോരോ ഇതളുകൾ വിടത്തുമ്പോ ആ ദിവ്യ പ്രകാശത്തിന്റെ ചരിത്രത്തിന്റെ ശൂന്യമയെ എങ്ങനെയാണ് ഈ വിനീതന്റെ നാവ് കൊണ്ട് അടയാളപ്പെടുത്തുക? അടയാളപ്പെടുത്താൻ പെണ്ണിനെ ബഹുമാനിക്കണേ, പെണ്ണിനെ ബഹുമാനിക്കണേ. ദ്രുതഗതിയിൽ പാറുന്ന ഒട്ടകപ്പുറത്ത് തന്നെ ഒരു സഹാബി തന്റെ ഭാര്യയിലെത്തിയിട്ട് ഒട്ടകത്തെ സ്പീഡിൽ പായിക്കുമ്പോ മദീനത്തെ പള്ളിയുടെ വരാന്തയിലിരുന്നിട്ട് അഞ്ചശാ നിന്റെ കുതിരയെ മെല്ലെ നടത്തണേ, നിന്റെ കുതിരയെ മെല്ലെ നടത്തണേ. നിന്റെ കുതിരയുടെ മുകളിൽ ഇരിക്കുന്ന പെണ്ണ് വീഴാൻ പോകുന്നത് കണ്ടോ? അവള് പെണ്ണല്ല, അവള് സ്ഫടികമാണ്, ആ പെണ്ണ് സ്ഫടികമാണ്. സ്ഫടികത്തെ ഉടയ്ക്കാൻ ശ്രമിക്കരുത് അന്തശ എന്ന് തന്റെ പ്രിയപ്പെട്ട അനുയായിയോട് പെണ്ണിനെ കുറിച്ച് ലോകത്തിന്റെ ഏറ്റവും വലിയ ഉപമ പറഞ്ഞു കൊടുത്ത ഡാവിഞ്ചി പറഞ്ഞിട്ടില്ല, വിലോവൻ പാടിയിട്ടില്ല. പെണ്ണ് സ്ഫടികമാണെന്ന് പറഞ്ഞ മുത്തലാഖ് എന്ന വിഷയം പറഞ്ഞ് ഇസ്ലാമിലെ പെണ്ണിന് നീതിയില്ലെന്ന് പറയുമ്പോ ആ പറയുന്ന ഇരുട്ടിന്റെ കാവൽക്കാരെ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആരാണ് ഹബീബായ നബി എന്നറിയോ? മുത്തലാഖിന്റെ പേപ്പറഞ്ഞ് 3 മാപ്പിള പെണ്ണുങ്ങളെ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി ഒരു സമുദായത്തിനെതിരെ ഉറഞ്ഞു കൊള്ളുമ്പോ നിങ്ങൾക്കറിയുമോ ഇരുട്ടിന്റെ കാവൽക്കാരെ ഹബീബായ നബി തങ്ങളാണെന്ന്? 23 വർഷക്കാലം ഈ ലോകത്ത് പ്രവാചകനായി ജീവിച്ച് അല്ല 63 വർഷക്കാലം ഒരു ഭർത്താവായി, ഒരു പെണ്ണിന്റെ പിതാവായി, എത്രയോ പെൺമക്കളുടെ
പെൺമക്കള് പിതാവായി ജീവിച്ചിരുന്നിട്ട് പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതകാലത്ത് തന്റെ കൈകൾ കൊണ്ട് തന്റെ ഭാര്യമാരെ അടിച്ചിട്ടില്ല, തന്റെ വേലക്കാരിയെ അടിച്ചിട്ടില്ല. ഇതേവരെ ജീവിച്ചിരുന്നിട്ട് തന്റെ ഭാര്യയെ, തന്റെ പെൺമക്കളെ ഒരു വിരലുകൊണ്ട് പോലും സ്പർശിച്ചിട്ട് അടിച്ചിട്ടില്ലാത്ത ലോകത്തിന്റെ ഉത്തമനായ പിതാവ്, ലോകത്തിന്റെ ഉത്തമനായ ഭർത്താവ്, സ്ത്രീത്വത്തിന്റെ മൂല്യങ്ങളെ ലോകത്തിന്റെ അത്യുന്നതയിൽ പതിപ്പിച്ചു കൊടുത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേവരെ ഒരു പെണ്ണിനെ അടിച്ചിട്ടില്ല, തന്റെ ഭാര്യമാരെ അടിച്ചിട്ടില്ല, തന്റെ പെൺമക്കളെ അടിച്ചിട്ടില്ല, തന്റെ വേലക്കാരികളോട് കയത്ത് സംസാരിച്ചിട്ടില്ല. ആ ലോകത്തിന്റെ വെളിച്ചമാണ് നിയോഗത്തോട് പറഞ്ഞത്. മാർക്സ് പറയുന്നതിന് മുമ്പ്, ഏംഗൽസ് എഴുതുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് ലൈബ്രറി ഇരുന്നിട്ട് കമ്മ്യൂണിസത്തിന്റെ മാനിഫെസ്റ്റോ തയ്യാറാക്കപ്പെടുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വേലക്കാരിയുടെ കയ്യിൽ നിന്ന് അറിയാതെ ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിപ്പോയാൽ, നിങ്ങളുടെ വേലക്കാരിയുടെ കയ്യിൽ നിന്ന് അറിയാതെ ഒരു ഗ്ലാസ് പാത്രം താഴെ വീണ് പൊട്ടിപ്പോയാൽ, അതിന്റെ പേരിൽ നിങ്ങൾ വേലക്കാരി അടിക്കരുത്, അവളെ നിങ്ങൾ ഭർഷിക്കരുത്, അവരോട് നിങ്ങൾ വഴക്ക് പറയരുത്. കാരണം ഗ്ലാസ് പൊട്ടിച്ചത് വേലക്കാരിയല്ല. നിങ്ങൾക്ക് അല്ലാഹു ആയുസ് നിശ്ചയിച്ചതുപോലെ ആ സ്ഫടികപാത്രത്തിന് പടച്ചറപ്പൊരായുസ് നിശ്ചയിച്ചിട്ടുണ്ട്. അതിന്റെ ആയുസ് കഴിഞ്ഞു എന്നല്ലാതെ അതിന് നിന്റെ വേലക്കാരികള്, അതിന് നിന്റെ ജോലിക്കാര് നീ അടിക്കരുതേ എന്ന് ലോകത്തെ ഏറ്റവും വലിയ പാവപ്പെട്ടവന്റെ അടിച്ചമർത്തപ്പെട്ടവന്റെ വിമോചനത്തിന്റെ മുദ്രാവാക്യം മുടക്കി പറഞ്ഞു കൊടുത്ത. ഇതുകൊണ്ടാണ് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞത് പഠിപ്പിച്ചു കൊടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്താ യുദ്ധത്തിന് വേണ്ടി പോയി. അവസാനം എന്റെ പ്രിയപ്പെട്ട ജഅഫർ റളിയല്ലാഹു അൻഹു മുഅ്താ യുദ്ധത്തിൽ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ടു. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഷഹീദായപ്പോ, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഷഹീദായപ്പോ ജഅഫർ ഇബ്നു അബീ താലിബിന്റെ മയ്യത്തടക്കിയിട്ട് ആ പാവപ്പെട്ട ജഅഫർ ഇബ്നു അബീ താലിബ് ബാക്കിയാക്കി വെച്ചു പോയ ഭാര്യയുടെയും മക്കളുടെയും അടുക്കോട്ട് കടന്നു ചെന്ന് യുദ്ധക്കളത്തിലേക്ക് സലാം പറഞ്ഞു പോയ പിതാവിനെയും കാത്തിരുന്ന പിഞ്ചുമക്കളുടെ അടുക്കലേക്ക് കടന്നു ചെന്ന് കാത്തിരുന്ന പിതാവിനെ കാത്തിരുന്ന് കരഞ്ഞ് കണ്ണിക്കവിൾത്തടത്തിൽ കണ്ണുനീര് തടം കെട്ടിയ അനാഥ മക്കളെ തന്റെ പ്രിയപ്പെട്ട ജഅഫറിന്റെ അനാഥ മക്കളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അനാവ കാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹഖദാ, ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവനും നാളെ സ്വർഗത്തിൽ വിരലുകൾ പോലെ സമീപസ്ഥരാ. ആരോടാണ് പറയുന്നത്? തന്റെ പ്രിയപ്പെട്ട ജഅഫർ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി രക്തസാക്ഷിയായപ്പോ ഇറങ്ങിപ്പോയ പിതാവിനെ കാണാതെ പൊട്ടിക്കരന്നിരിക്കുന്ന ഭാര്യയോടും മക്കളോടും നിന്ന് ജഅഫറിന്റെ കുടുംബമേ സമാധാനിക്കുക, ജഅഫറിന്റെ കുടുംബമേ സമാധാനിക്കുക. ജഅഫറിന്റെ ആത്മാവ് ആകാശത്തിലൂടെ കടന്നുപോയി സ്വർഗത്തിൽ കടന്ന് ജഅഫറിന്റെ ആത്മാവ് ആനന്ദിക്കുന്നത് ഞാൻ കണ്ടു പെണ്ണേ എന്ന് ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ സമാശ്വസിപ്പിച്ച അനാഥകളുടെ സംരക്ഷകനെ. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, എനിക്ക് അനിവചനീയമായ സന്തോഷമുണ്ട്. ഇന്നലെ ഈ തൃക്കരിപ്പൂരിന്റെ മണ്ണിൽ തടിച്ചുകൂടിയ 10,000 ആളുകളെ സാക്ഷി നിർത്തിയിട്ട് മിനിങ്ങാന് തിരൂരില് കുടുങ്ങിയില് കടുത്തറക്കപ്പെട്ട പാവപ്പെട്ട ഷഹീദ് ഫൈസലിന് വേണ്ടി ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോ ഇന്നലത്തെ പ്രസംഗം ഇന്ന് യൂട്യൂബിലും വാട്സപ്പിലും വൈറലായി. എത്രയോ ആളുകളാണ് എന്റെ ഫോൺ നിറച്ച മെസ്സേജാണ്, ഉസ്താദേ കുടുങ്ങിയിലെ ഷഹീദ് ഫൈസലിനെ കുറിച്ച് വാക്കവേ നിങ്ങളുടെ പ്രസംഗം കേട്ടു. അവരെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കളില്ല, അവരെ ആശ്വസിപ്പിക്കാൻ കൂട്ടുകുടുംബമില്ല. പിതാവിനെ നഷ്ടപ്പെട്ട് പൊട്ടിക്കരയുന്ന മക്കൾക്കും ഭർത്താവിനെ നഷ്ടപ്പെട്ട്
നഷ്ടപ്പെട്ട ഭാര്യയ്ക്കും ആശ്വസിപ്പിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇന്നലത്തെ നിങ്ങളുടെ പ്രഭാഷണം അവർക്കൊരാശ്വാസമായി, ദുഃഖിക്കുന്ന കൊടിഞ്ഞക്കാർക്ക് ആശ്വാസമായി. ആരാണ് മുസ്ലിം എന്നറിയുമോ? ആരാണ് പ്രവാചകൻ എന്നറിയുമോ? തിരൂരിലെ കൊടിഞ്ഞി മഹല്ലിനെ ഞാൻ ആദരിക്കുകയാണ്. ഈ 10,000ങ്ങളുടെ സദസ്സിൽ അവിടുത്തെ കുറെ ചെറുപ്പക്കാരുടെ പരിപാടിക്ക് വേണ്ടി എന്നെ ക്ഷണിക്കാൻ ഈ അടുത്ത സമയത്ത് വന്നിരുന്നു. 99% മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്നിടത്ത് ഒരു പാവപ്പെട്ട മുസ്ലിമിന് 2 വർഷം മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു പാവപ്പെട്ട മുസ്ലിമിന് ഇരുട്ടിൽ പതിയിരുന്നിട്ട് നിഷ്ഠൂരമായി കൊല ചെയ്തിട്ടും 99% മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കൊടിഞ്ഞിയിൽ ഒരു മുസ്ലിം പോലും ഒരു ഹിന്ദുവിന്റെ ശരീരത്ത് തൊട്ടില്ല. ഒരു വീടിന് കല്ലെറിഞ്ഞില്ല, ഒരു വ്യാപാര സ്ഥാപനം തകർക്കപ്പെട്ടില്ല. 99% മുസ്ലിമീങ്ങൾ ഇരുട്ടിന്റെ കാവൽക്കാരെ കേട്ടുകൊള്ളുക. തിരിച്ചു വിളിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, പകരം വീട്ടാൻ സന്തോഷമുള്ളത് കൊണ്ടല്ല. ഞങ്ങളുടെ ഹബീബായ നബി തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെയല്ല. അങ്ങനെയല്ല വിശ്വാസിയെ കൊല്ലാൻ, വിശ്വാസത്തെ കൊല്ലാൻ കഴിയില്ല. ആരെങ്കിലും ഒരാൾ ചെയ്തതിന്റെ പേരിൽ ഒരു ഹിന്ദു സമൂഹത്തെ നിങ്ങൾ തിരിച്ചു പ്രത്യാക്രമിക്കരുത്. ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട കുടുംബത്തെയും ഭാര്യയെയും ആശ്വസിപ്പിച്ച ലോകത്തിന്റെ പ്രവാചകന്റെ വാക്കുകൾ കടമെടുത്തിട്ട് ഇറങ്ങിപ്പോയ തന്റെ ഭാര്യാപിതാവിനെ കൂട്ടാൻ രാവിലെ ഇറങ്ങിപ്പോയ ഷഹീദ് ഫൈസൽ അറിയുമോ? തൃക്കരിപ്പൂര ചെറുപ്പക്കാരാ, ഷഹീദ് ഫൈസലെ തഹജ്ജുദ് നമസ്കരിച്ചിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. പാതിരാ സമയത്ത് തനിക്ക് ഹിദായത്തിന്റെ വെളിച്ചം തന്ന പടച്ചറപ്പിന്റെ മുമ്പിൽ തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ചു റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇറങ്ങിപ്പോയ ഫൈസൽ വഴിയരികിൽ കാത്തു നിൽക്കുന്ന തെമ്മാടികളുടെ കത്തിക്കരയാകുമ്പോ തന്റെ മുമ്പിലേക്ക് വന്നു കിടക്കുന്ന നരകത്തിലേക്ക് പോകേണ്ട തനിക്ക് സത്യവിശ്വാസത്തിന്റെ വെളിച്ചം പകർന്നു തന്ന പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ മുമ്പിൽ മുറിവേറ്റ് കിടക്കുമ്പോ ആ പ്രിയപ്പെട്ട പെണ്ണ് കിടന്ന് പൊട്ടിക്കരയുമ്പോ പറയാ നമുക്ക് ഷഹീദ് ഫൈസലിന്റെ ഭാര്യയോട്, ഇല്ല ഇല്ല, ഷഹീദ് ഫൈസലിന്റെ ആത്മാവ് ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ പോലെ സ്വർഗം അന്വേഷിച്ചുകൊണ്ട് പാറിപ്പറന്ന് നടക്കുകയാണ്. 9, 8, 3 വയസ്സുള്ള ആ പ്രിയപ്പെട്ട ഷഹീദ് ഫൈസലിന്റെ പൊന്നു പെൺമക്കളോട് നമുക്ക് പറയാം, ഇല്ല മക്കളെ, ഇല്ല, നിങ്ങളുടെ ഉപ്പാക്കൊന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങളുടെ ഉപ്പാക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇനിയാണ് നിങ്ങളുടെ ഉപ്പക്ക് റൗഹുള്ളത്, ഇനിയാണ് നിങ്ങളുടെ ഉപ്പക്ക് റൈഹാനുള്ളത്, ഇനിയാണ് നിങ്ങളുടെ ഉപ്പക്ക് ജീവിതത്തിന്റെ സ്വർഗമുള്ളത്. നിങ്ങളുടെ ഉപ്പ മരിച്ചിട്ടില്ല, ഷഹീദ് ഫൈസൽ മരിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ അർശിന്റെ മുകളിൽ താഴ്ത്തപ്പെട്ട പച്ചക്കുപ്പയുടെ മുകളിൽ പച്ചപ്പക്ഷികളുടെ ഹൃദയ ശരീരത്തിന്റെ ഉള്ളിൽ ആത്മാവുകളായി അല്ലാഹുവിന്റെ അർശിന്റെ സ്വർഗലോകത്തോട് ഷഹീദ് ഫൈസൽ പാറിപ്പറന്ന് നടക്കുകയാ. എന്റെ മകൻ എന്ത് തെറ്റ് ചെയ്തു? അല്ലാഹുവിൽ വിശ്വസിച്ചതോ അവൻ ഇഷ്ടപ്പെട്ട മതം പൂകിയതോ? എന്താണ് എന്റെ മകൻ ചെയ്ത തെറ്റെന്ന് ആ പ്രിയപ്പെട്ട മകന്റെ മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന അമ്മ മീനാക്ഷി കൂടപ്പറപ്പിന് മുത്തം കൊടുത്ത് കബറിലോട്ടെടുത്ത് വെച്ച പ്രിയപ്പെട്ട ഷഹീദ് ഫൈസലിന്റെ 2 ഹൈന്ദവ സഹോദരിമാർ കൊടിഞ്ഞി ഒരു മഹല്ലായി, കൊടിഞ്ഞി മഹല്ല് മാതൃക കാണിച്ചു. ഷഹീദ് ഫൈസലിന്റെ മയ്യത്തടക്കിയപ്പോ മഹല്ല് കമ്മിറ്റി ഏറ്റെടുത്തു ഷഹീദ് ഫൈസലിന്റെ കുടുംബത്തെ. ആ നാട്ടിലെ സുമനസ്സുകൾ പറഞ്ഞു, ഷഹീദ് ഫൈസലിന്റെ മക്കൾ ഇനി ഞങ്ങളുടെ മക്കളാ, ഷഹീദ് ഫൈസലിന്റെ ഭാര്യ അത് ഞങ്ങളുടെ ഭാര്യമാരെ പോറ്റുന്നത് പോലെ പോറ്റപ്പെടേണ്ടവളാ. കൊടിഞ്ഞി നാടിന് അല്ലാഹു അനുഗ്രഹം ചെയ്തു കൊടുക്കട്ടെ. 99% മുസ്ലിമീങ്ങളെ താമസിച്ചിട്ടും ഒരു കരിയില പോലും അനങ്ങാട് മഹല്ല് കമ്മിറ്റി വിളിച്ചു ചേർത്ത യോഗത്തിന് പറഞ്ഞു, സമാധാനം തകർക്കപ്പെടരുത്. ഇതെവിടെ നിന്ന് പഠിച്ച പ്രകാശമാണെന്നറിയോ? ഇത് കൊടിഞ്ഞിക്കാര് പഠിച്ചത് ഇവിടെ നിന്ന, ഇത് കൊടിഞ്ഞിക്കാര് പഠിച്ചത് ഇവിടെ നിന്നെന്നറിയോ? തന്നെ കൊല്ലാമേട് കൈവാലയത്തിന്റെ പുറകിൽ കാത്തു നിന്നവനോട് വാള് പൊക്കിയിട്ട് തന്നെ മുമ്പിലേക്ക് വരുമ്പോ, കഴുത്ത് വെട്ടാൻ വരുമ്പോ ആ വെട്ടുന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയപ്പോ അറിയാതെ വിരലിൽ നിന്ന് കയ്യിൽ നിന്ന് വാള് താഴേക്ക് വീണു. ഹബീബായ നബി തങ്ങൾ നോക്കുമ്പോ തന്നെ കൊല്ലാമെന്നവൻ പേടിച്ചു പറച്ചു വാളും കയ്യിലിട്ട് നിൽക്കുകയാ. സഹാബത്ത് മറുഭാഗത്ത് കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് തന്നെ പാതിരാ സമയത്ത് ഒളിച്ചിരുന്ന് വെട്ടാൻ വന്നവനെ, ഷഹീദ് ഫൈസലിന്റെ രക്തമെടുത്തവന് കേട്ടുകൊള്ളുക. ഇസ്ലാമിക സമൂഹത്തിന്റെ സംസ്കാരമാണിത്. ഇത് റബീന്റെ പാതയാണിത്. ഇത് മദീനത്തിന്റെ വഴിത്താരയാണിത്. പാതിരാ സമയത്ത് തന്നെ ഒളിച്ചിരുന്ന് വെട്ടാൻ വന്നവന് തന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കൈവറച്ച് വാളുതാട വീണപ്പോ ഇനി താൻ പെട്ടത് തന്നെ മുഹമ്മദിന്റെ അനുയായികളെ
തന്റെ കഴുത്തു വെട്ടുമെന്നുറപ്പായി. പേടിച്ചരഞ്ഞു നിന്ന തന്റെ എതിരാളിയോട്, ഇരുട്ടിന്റെ മറവ് പറ്റി തന്റെ കഴുത്തു വെട്ടാമെന്നവനോട് പെട്ടെന്ന് പറഞ്ഞു അത്രേ, ആരും നിന്നെ കണ്ടിട്ടില്ല മോനെ, എന്റെ അനുയായികൾ കണ്ടിട്ടില്ല. എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടോ, എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടോ. എന്റെ അനുയായികൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഉമർ കണ്ടാൽ വെറുതെ വിടില്ല, ഖാലിദ് കണ്ടാൽ വെറുതെ വിടില്ല. സഅദ് നിന്റെ തല വെട്ടിക്കളയും മോനെ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഓടി രക്ഷപ്പെടാൻ പറഞ്ഞപ്പോ ആ ലോകത്തിന്റെ സത്യത്തിന്റെ വാക്ക് കേട്ട് അല്ലാഹ്